അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസും കഴിഞ്ഞ കേട്ടോ. ഇന്നലെ ഇടണമെന്ന് കരുതിയ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഈ രാത്രിയിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് പാതിക്ക് ഫ്ലോപ്പായി പോയി കേട്ടോ. അതിൻ്റെ കാരണം ഞാൻ വഴിയേ പറയാം. രാവിലെ നമ്മൾ അപ്പവും ഗ്രീൻ പീസ് കറിയിൽ നിന്നായിരുന്നു ക്രിസ്മസ് ഡേ തുടങ്ങിയത്. ഞാൻ വെച്ചുകൊണ്ട് പറയല്ല കേട്ടോ, നല്ല സൂപ്പർ അപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നല്ല പോത്തിറച്ചി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കപ്പയും അതിൻ്റെ ഉള്ളിയൊക്കെ പൊളിച്ചുള്ള തിരക്കിലാണ് ഞാനും അമ്മയും. ബീഫ് ഇത്തിരി വലിയ പീസുകളായിരുന്നുകൊണ്ട് അത് ഞാനൊന്ന് ചെറുതാക്കി എടുത്ത് കേട്ടോ. എന്നിട്ട് നേരെ ഉള്ളിയൊക്കെ വഴറ്റി നമ്മുടെ ബീഫിനെ അങ്ങ് അടുപ്പിൽ കയറ്റിയേ. അപ്പോഴേക്കും അമ്മയുടെ ജോലിയൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ പുഴുക്ക്, കപ്പ അവിച്ചത് എന്ന് വേണ്ട, ഇന്ന് വീട്ടിൽ കപ്പ മയമായിരുന്നു. ആ സമയം കൊണ്ട് എൻ്റെ റൂട്ടിയും ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലായിരുന്നു കേട്ടോ ബീഫ് കറി വെച്ചത്. അപ്പോൾ ഞാൻ കടുകൊക്കെ വറുത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ വെച്ചുകൊണ്ട് പറയാമല്ലോ കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു ബീഫ് കറിക്ക്. ഇപ്പോൾ അതാണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എൻ്റെ വായിൽ നിന്ന് വല്ലാണ്ടങ്ങ് വെള്ളം വരുന്നുണ്ടായിരുന്നു. ബീഫ് കറി വേകുമ്പോഴേ അതിൽ കൈയിട്ട് വരുന്ന സ്വഭാവം എനിക്കുണ്ട്. ഇന്നും കൈയിട്ട് വരുന്നതാണ്, പക്ഷേ കൈ പൊള്ളിയപ്പം ഞാനതങ്ങ് താത്ത് വെച്ച് പിന്നെ ഒരു പ്ലേറ്റിൽ കുറച്ചെടുത്ത് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി. വീണ്ടും ഞാൻ പറയുക കേട്ടോ, ഞാൻ വെച്ചുകൊണ്ട് പറയുമല്ല, വല്ലാത്ത ടേസ്റ്റായിരുന്നു ബീഫ് കറിക്ക്. ഇപ്പോഴും വായിന്ന് വെള്ളം വരുന്നത്. അപ്പം എൻ്റെ ക്രിസ്മസ് ഫ്ലോപ്പായി പോയതാണ് ഇവിടെ തൊട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബീഫിൽ കാണുന്ന നെയ്യ്. ഈ ബീഫിൻ്റെ നെയ്യ് അത്ര ഹെൽത്തി അല്ലെന്ന് അറിയാമെങ്കിലും ബീഫ് വാങ്ങുമ്പം കുറച്ച് നെയ്യ് കൂടി ഇടണമെന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ കേട്ടോ. അതുപോലെ ബീഫ് വെന്ത് കഴിയുമ്പം അതിൽ പൊങ്ങി വരുന്ന നെയ്യ് ഉണ്ടല്ലോ, ആ കഷ്ണങ്ങൾ ഞാൻ പറക്കി തിന്നാറുമുണ്ട്. ഇന്നും ഞാനത് അത് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് പണി കിട്ടിയത്. എനിക്ക് ആകെ എന്തൊക്കെയോ അസ്വസ്ഥതകളായിരുന്നു കേട്ടോ. ഓക്കാനം വരുന്നോ മറ്റെന്തൊക്കെയോ തോന്നുമായിരുന്നു. അതുകൊണ്ട് അമ്മയെന്ന് കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കേട്ടോ. ആർത്തി മൂത്ത് ചീനിപ്പുഴുക്ക് പോരാഞ്ഞിട്ട് ചോറും ചീനി അവിച്ചതും ബീഫും മോരും എല്ലാം കൂടി എടുത്ത് കഴിച്ചപ്പം ഞാനൊരു വീഡിയോയും എടുത്ത് വെച്ചിരുന്നു. എന്തായാലും പോസ്റ്റ് ചെയ്യുമല്ലേ എന്ന് കരുതി അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ അങ്ങ് ആഡ് ചെയ്യുവാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഈ ടൈം പറഞ്ഞ് പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വൈകുന്നേരത്താണ്. എന്തായാലും തല പൊങ്ങിയപ്പോൾ ഞാൻ പിന്നെ വെറുതെ ഇരുന്നില്ല, ഓടി വന്ന് ഒരു കേക്കും കൂടി ഉണ്ടാക്കി വെച്ച് കേട്ടോ. അപ്പം എൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. നിങ്ങളുടെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഒന്ന് കമൻറ്റായിട്ട് പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ എങ്ങനെ കമൻറ്റ് ചെയ്തില്ലേ?